ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ഫേസ് കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ? എന്തിൻ്റെയോ കുറവില്ല എൻ്റെ ഫേസിന്. ഞാനിപ്പോൾ തൽക്കാലം കണ്ണ് പിഴുതിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്തോ ഒരു കുറവ് പോലെ, എന്തോ ഒരു ഭംഗിക്കുറവ് പോലെ എനിക്ക് തോന്നണില്ലേ. അപ്പം നമുക്ക് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ ഫേസ് ഒരു എനിക്ക് എന്താ പറയുക, ഒരു ഭംഗി കുറവ് പോലെ, വെള്ളച്ചിരിക്കണ പോലെ തോന്നുന്നു ഫേസ് കണ്ടിട്ട്. അപ്പോൾ നമുക്കൊന്ന് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടാവും നോക്കാം. ഐബ്രോ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഐബ്രോ പാലറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ച് നോക്കിയതാണ്. ഇത് നമുക്ക് നോക്കാം. ഇതിന് നല്ല സേഫായിട്ട് കവർ ചെയ്തൊക്കെയാണ് വന്നത്. അപ്പോൾ ഇതാണ് ഐബ്രോ പാലറ്റ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇത് തന്നെയാണ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഏതാ ഐബ്രോ പാറ്റേൺ നല്ലതെന്നൊക്കെ റിവ്യൂ നോക്കിയിട്ടാണ് മേടിച്ചത്. നോക്കിയാൽ എനിക്കിപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു ഐബ്രോ പാലറ്റ് തന്നെയാണ്. ഇതാണ് ഐബ്രോ പാലറ്റ്. ഞാനിതിൽ പിന്നെ ബ്രൗൺ ഷെയ്ഡാണ് ഫസ്റ്റ് ഞാൻ എടുക്കണം. ബ്രൗൺ ഷെയ്ഡ് ഫസ്റ്റ് നമ്മുടെ കയ്യിലേ വരയ്ക്കാവുള്ളൂ. എന്നിട്ട് നമ്മുടെ പിരിയത്തിൽ കൊണ്ട് വരയ്ക്കാം. ഫസ്റ്റ് ഞാൻ ഈ ലൈൻ ചെയ്ത് കൊടുക്കുക. ബ്രൗൺ ഷെയ്ഡ് കൊണ്ട് ഞാൻ ഫസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലെ ഈ ബ്ലാക്ക് ഷെയ്ഡ്, എൻ്റെ പിരിയത്തിന് കട്ടി കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഈ ബ്ലാക്ക് ഷെയ്ഡ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബ്രൗൺ ഷെയ്ഡ് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാനാണ്. നമ്മൾ ഈ ബാക്ക് സൈഡ് കൊണ്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫില്ല് ചെയ്ത ഐബ്രോയും ഫില്ല് ചെയ്യാത്ത ഐബ്രോയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഗൈസ്? നമുക്കിനി ഈ ഇപ്പുറത്തെ ഐബ്രോസും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തോട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ലൈനൊന്ന് വരച്ച് കൊടുക്കുക. ഫസ്റ്റത്തെ ലൈൻ വരച്ചിട്ട് ഇതും കൂടെ ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാനേ പാടുള്ളൂ. അതിനുശേഷം നമുക്ക് ബ്ലാക്ക് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ബ്ലാക്ക് കൊണ്ട് തന്നെ ഒന്ന് വരച്ച് കൊടുക്കണം. കണ്ടോ ഗായ്സ്? ഇപ്പോൾ രണ്ട് പിരികും ഒരേപോലെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്തതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഫില്ല് ചെയ്യാത്തതാണ് ഇഷ്ടപ്പെട്ടത്. നല്ല വ്യത്യാസമില്ല, എൻ്റെ നേരത്തെ ഫേസിനേക്കാളും നല്ല വ്യത്യാസമില്ല. രണ്ട് ഐബ്രോ ഫില്ല് ചെയ്തപ്പോൾ കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഫില്ല് ചെയ്യാത്തപ്പോൾ നമ്മുടെ മുഖം എന്തോ ഒരു ഭംഗി കുറവാണ്. ഫില്ല് ചെയ്യുമ്പോഴാണ് ഭംഗി. നമ്മളിപ്പോൾ ഫേസിലൊന്നും ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക്കും കണ്ണു കഴുകുക, പിന്നെ ഐബ്രോവും ഫില്ല് ചെയ്യുക, അത്രയും മതി നമ്മുടെ ഫേസ് ബ്രൈറ്റായിട്ട് തോന്നാൻ. ഈ ഐബ്രോ പാലറ്റിന് വേറെയും രണ്ട് ഉപയോഗം കൂടിയുണ്ട്. മൂക്ക് നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാം, കോണ്ടോർ ചെയ്യാം. ഈ രണ്ട് ഉപയോഗം കൊണ്ട് പിന്നെ നമ്മുടെ തലയിൽ നമ്മുടെ ഹെയർ കഷണ്ടിയുള്ള
ഭാഗത്ത് വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിലപ്പോൾ മുടിയൊക്കെ കെട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ നെറ്റി കാണും, അപ്പോൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 ഉപയോഗങ്ങളുണ്ട് ഈ ഐബ്രോ പാലറ്റ് കൊണ്ട്. വേണമെങ്കിൽ ഐ ഷാഡോ ആയിട്ട് വരെ യൂസ് ചെയ്യാം ഈ ഐബ്രോ പാലറ്റ്. എല്ലാവരും മേടിക്കേണ്ട ഒരു പാലറ്റ് തന്നെയാണ്. ഇതിന് എക്സ്പയറി ഡേറ്റ് ഒന്നുമില്ല. നമുക്ക് ജീവിതകാലം മൊത്തം വേണമെങ്കിൽ ഈ പാലറ്റ് കൊണ്ട് നമുക്ക് ജീവിക്കാം. ഐബ്രോ ഫിൽ ചെയ്യാനോ കോണ്ടോർ ചെയ്യാനോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഈ ഐബ്രോ പാലറ്റിൻ്റെ പേര് മിസ് ക്ലെയർ എന്നാണ് പേര്. മിസ് ക്ലെയർ ഐബ്രോ കേക്ക് എന്നാണ് പേര്. അപ്പോൾ ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കോട്ടോ, വേണ്ടവർ പർച്ചേസ് ചെയ്യുക. അപ്പം നമ്മൾ നോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കാണിക്കുവാണ് ഞാൻ. ഇതുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്നൊരു നമ്മൾ ഇതിൽ നിന്നൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് മൂക്കിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് തന്നെ ഒരു വൈറ്റ് കളർ ഐ ഷാഡോ നമ്മുടെ ഈ മൂക്കിൻ്റെ താഴെ മേളിലായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മൂക്ക് നല്ല ഷേപ്പിൽ കിട്ടും. നിങ്ങൾ ഈ പാലറ്റ് മേടിക്കുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്കിനി ഈ പാലറ്റ് കൊണ്ട് ഐ മേക്കപ്പ് ചെയ്യാം. സ്മോക്കി ഐ മേക്കപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി മൂക്കിൻ്റെ തുമ്പത്തായിട്ടും മേളിലായിട്ടും കുറച്ച് വൈറ്റ് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. മൂക്ക് നല്ല കറക്റ്റ് ഷേപ്പാവും. ഞാനൊരു ബ്യൂട്ടി വ്ളോഗറൊന്നും അല്ല. ഞാൻ ചുമ്മാ ഇത് മേടിച്ചപ്പോഴത്തേക്കും നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഈ പാലറ്റിൻ്റെ ഗുണങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ ഗായ്.